ഋഷി, നീ എപ്പോഴാണ് വന്നേ? നീ എവിടെയായിരുന്നു? അമ്മ ഉച്ച വെക്കല്ലേ. നിനക്ക് എന്താണ് പറ്റിയേ? നീ എന്താണ് അമ്മയെ വിളിക്കാതിരുന്നേ? പ്ലീസ് ശബ്ദം ഉണ്ടാക്കാതെ. എല്ലാം ഞാൻ പറയാം. ഞാൻ വന്നത് മറ്റാരും അറിയാൻ പാടില്ല. എന്തു പറ്റി? അതൊക്കെയുണ്ട്. എവിടെയായിരുന്നു മോനെ നീ ഇതുവരെ? അമ്മയെ നീ തീറ്റിച്ചു കളഞ്ഞല്ലോടാ. അമ്മയൊന്നും വിളിക്കൂടി ചെയ്യാതിരുന്നെന്താ? അമ്മയോട് നിനക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നോ? നീ എവിടെയായിരുന്നു? എവിടെ നീ ഇപ്പൊ വന്നേ? നിനക്ക് എന്താണ് സംഭവിച്ചേ? എല്ലാം ഞാൻ പറയാം. അമ്മ താഴെയുള്ള ത്യാഗരാജൻ അങ്കിളിനെയും CP അങ്കിളിനെ ഒന്ന് പറഞ്ഞയക്ക്. എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. ഈശ്വരന്റെ മുമ്പിൽ എന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല. ദൈവം കൈവിട്ടില്ല. ഹലോ മാഡം. ഋഷിയുടെ കേസിൽ അന്വേഷണം ഏതുവരെയായി? അത് ഫാസ്റ്റായിട്ട് നടക്കണം മാഡം. പറഞ്ഞല്ലോ മാഡം, അയാൾ സ്റ്റേറ്റ് വിട്ടൊന്ന് ഉറപ്പായ സ്ഥിതിക്ക് സെർച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുക. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അന്വേഷണം വ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അന്യ സംസ്ഥാനങ്ങളിൽ എന്ത് അന്വേഷണമാണ് പോലീസ് ഇതുവരെ നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക സാറ്. മാഡം പ്ലീസ്, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമ്പം മാഡത്തെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുക വേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആത്മവിശ്വാസം നശിപ്പിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കും. എല്ലാ രീതിയിലും ഈ കേസ് അന്വേഷണത്തിന് സപ്പോർട്ട് തന്നിട്ടുള്ള ആളാ ഞാൻ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും എനിക്കും അറിയാം. അതുപോലെ ഉത്തരവാദിത്തം MLAക്കും ഉണ്ട്. ജനങ്ങളോട് മറുപടി പറയേണ്ടതേ ഞങ്ങളാ. പോലീസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയ ജനപ്രതിനിധി ഇടപെടും. അതിനെ ആത്മവിശ്വാസം തകർക്കലായിട്ടോ ഡ്യൂട്ടി തടസ്സപ്പെടുത്തലായിട്ടോ കാണണ്ട. MLAയുടെ വാക്കുകൾ എന്തിനു മൈൻഡ് ചെയ്യണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ ധാരണ തിരുത്തിക്കാനും അറിയാം. മാഡം ആ രീതിയിലൊന്നും സംസാരിക്കണ്ട. എന്താ DYSPയുടെ ശബ്ദത്തിന് ഒരു ഭീഷണിയുടെ സ്വരം? വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാ മതി. ഋഷിയുടെ കേസിന് പെട്ടെന്ന് തുമ്പുണ്ടാക്കിയില്ലെങ്കിലേ ഈ കേസ് കഴിവുള്ളവർ അന്വേഷിക്കും. ഇത് വെറും വാക്കല്ല. കെവിൻ, പറയണം സാർ. നന്ദന്റെ ഭാര്യ നല്ല ചൂടിലാണല്ലോ. എന്താ സാറേ? ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ കൊന്നുകളെയും തിന്നുകളെയും എന്നൊക്കെയാണല്ലോ വിരട്ടല്. കേസ് പുതിയ ആളിന് കൈമാറുന്നൊക്കെയാ തന്റെ ഭാര്യയുടെ ഭീഷണി. സാർ, ദേവിക്ക് യഥാർത്ഥ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ. അല്ല, ഇതിലിപ്പോ എനിക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. പ്രതിയെ പിടിച്ച് നിവൃത്തിയുള്ളെന്ന് ഘട്ടം വന്നാല് ഞാൻ നന്ദനെ തൂക്കിയാകത്തിടും. സാർ, അല്ല, ഒരാളെ രക്ഷിക്കാൻ നോക്കട്ടെ, ഞാൻ തന്നെ വെറുതെ പുലിവാല് പിടിക്കുന്നത്. എന്റെ ബെല്ലമോൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒറ്റ പരിഗണനയല്ല ഞാൻ ഈ റിസ്ക് എടുത്തത്. അല്ലാതെ കൊലപാതകയെ രക്ഷിച്ചോളാന്ന് വേളാങ്കണ്ണിയിൽ നേർച്ചയൊന്നുമില്ല. സാർ, എനിക്കറിയാം സാർ. തനിക്കറിയാം, പക്ഷെ തന്റെ ഭാര്യ ദേവികയ്ക്കറിയില്ലല്ലോ. ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടിയ ആളെ തോണ്ടിയെടുത്ത് അടങ്ങുന്ന വാശിപ്പുറത്താ ഭാര്യ നിൽക്കുന്നത്. കെവിൻ, ഇതിപ്പോ ഞാൻ എന്തുകൊണ്ടെന്ന് താൻ പറയുന്നത്? സാറേ, അത് എന്നാ നോക്ക്, നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്ന ആളെ ഐസക് സാറ്. നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാറിനൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നന്ദനെന്ത് നോക്കാന്നാ?
തന്നെ കൊച്ചാക്കി സംസാരിക്കുന്നതല്ല. ചുമ്മാ വലിയ വയൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പം മുട്ടിടിക്കും. എടോ, താനിപ്പോൾ കൂടുതലൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഭാര്യ ഒന്ന് സോപ്പിട്ട് നിർത്തണം. പരാതിയുമായിട്ട് MLA DGPയുടെ അടുത്തേക്ക് പോകരുത്. അത്രയും ചെയ്തു തന്നാൽ മതി. സാർ, ഞാൻ വാക്കായിരുന്നു. ഡൺ. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നന്ദ? ആ അതെ സാർ. മതി, അത് കേട്ടാൽ മതി. എടോ, താനെൻ്റെ കൊച്ചനിയനാ. തൻ്റെ ഭാവി ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തൊന്നുമില്ല. താങ്ക് യു സാർ. പിന്നെ നന്ദ, ഒരു കാര്യം കൂടെ. എന്താ സാർ? ഒരു ചെറിയ ആവശ്യമുണ്ട്, അവൻ ചെയ്തു തരണം. അതെന്താ സാർ? അല്ലെങ്കിൽ വേണ്ട, നന്ദനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. അയ്യോ, സാറിൻ്റെ ഒരു ആവശ്യം നടത്തി തരിക എന്നുള്ളത് ബുദ്ധിമുട്ടോ? അത് ഞങ്ങൾക്ക് അഭിമാനമോ സാർ? അതെ സാർ, സാർ പറ. ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പ്രോജക്റ്റുണ്ട്, പാർപ്പിടം പദ്ധതി. ആ അതെ, ദേവി അതിനെക്കുറിച്ച് ആരോടൊക്കെ സംസാരിക്കുന്ന കേൾക്കാം. അതിൻ്റെ ഫയല് ദേവികയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഏൽപ്പിച്ചതാ. അതിൽ ഞാനെന്ത് സഹായം ചെയ്തു തരണ്ടേ? ആ ഫയല് എനിക്ക് വേണം. അയ്യോ സാർ, ഞാൻ വീട്ടിൽ ദേവികയുടെ കസ്റ്റഡിയിലുള്ള ഫയല് നന്ദൻ കൈക്കലാക്കണം. അതെനിക്ക് തരണം. അത് സാർ, ഞാൻ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിച്ചാൽ ഈ ഒരു ചെറിയ പ്രതിഫലമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. സാർ, ദേവിയുടെ കയ്യിൽ നിന്ന് ഫയൽ മോഷ്ടിക്കാന്ന് വെച്ചാ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിവിട്ട കാര്യം ചെയ്യണം, തിരിച്ച് എന്നെ ഒന്ന് സഹായിക്കാൻ വയ്യ. ശരി, വേണ്ട, വിട്ടോ. സാർ, നന്ദ സാറിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. നന്ദ സഹായിക്കും. പാർപ്പിട പദ്ധതിയെക്കുറിച്ചുള്ള ഫയല് നന്ദ സാറിൻ്റെ കയ്യിൽ എത്തിക്കും. കെവിൻ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നന്ദനൊന്നും പറയുന്നില്ലല്ലോ. എടാ പറയടാ, ചെല്ല്. ആ ഫയൽ ഞാനെടുത്ത് സാറിനെ ഏൽപ്പിക്കാം. നന്ദ, ഞാൻ നന്ദനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല സാർ. തീർച്ചയാണല്ലോ? അതെ സാർ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റ കാര്യം നന്ദ ചെയ്തിരിക്കും സാർ. താങ്ക് യു. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടല്ലോ എന്നെ വിളിക്കാം. നിങ്ങളിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. എടാ, നീ എന്തിനാ താളം ചവിട്ടിയേ? എടാ, DVSPക്ക് ഒരു സഹായം ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം എന്തുമാത്രം ഉണ്ടെന്ന് അറിയോ? എടാ, നമ്മൾ അദ്ദേഹത്തിന് സഹായം ചെയ്ത് കൊടുക്കണം. പക്ഷേ ഒരു പക്ഷേയും ഇല്ല, നീ അത് ചെയ്തിരിക്കണം. എങ്ങനെയെങ്കിലും ആ ഫയലെടുത്ത് സാറിന് കൊടുത്തേ പറ്റൂ. സിപ്പി കണ്ടോ, ശബ്ദം കേട്ട് നോക്കാൻ പോയ മേഡം ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും പ്രേതാത്മാക്കള് തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ താൻ ഡോക്ടറെ ചെന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്ന് താൻ പ്രേതവും. സിപ്പി അത് മാഡത്തിന്റെ മുഖത്ത് എന്തോ ഒരു പന്തി കേടില്ലേ? മാഡം പേടിച്ചിട്ടുണ്ട് സിപ്പി, ഉറപ്പ്. മാഡത്തിന്റെ ദേഹത്ത് പ്രേതം കയറി കാണുമോ? ത്യാഗരാജ, ചുമ്മാതിരിക്കേ. മാഡം,
ശബ്ദം കേട്ടത് പൂച്ച വല്ലതും ആയിരുന്നു അല്ലേ? ആ അതെ. ആണോ മാഡം? അല്ല, ഞാൻ പെട്ടെന്നൊന്ന് സംശയിച്ചു. അല്ല, ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നല്ലോ ഒച്ച കേട്ടത്. അല്ല, അപ്പോ അത് എന്താ ഭൂതപ്രേതം മറ്റോ വന്നു കരുതിയോ? അല്ല അല്ല, അങ്ങനെയല്ല. അല്ല, ചന്ദ്രത്ത് നന്ദന്റെ ദേഹത്ത് മീരയുടെ ആത്മാവ് കയറി നിറഞ്ഞതിന് ശേഷം എനിക്ക് മൊത്തത്തിലൊരു സംശയം പോലെ. ഈ എവിടെ നോക്കിയാലും ആത്മാക്കളാണോന്നേ. സത്യത്തിൽ എനിക്കിപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ തന്നെ പേടിയാ മാഡം. നന്ദൻ ഋഷിയുടെ ആത്മാവിനെ പോലെ അല്ല, ഈ രാത്രി വഴിയിൽ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഒരു വിശ്വാസം കൂടി. അങ്ങനെ പറഞ്ഞതാ. ഇവിടെ ആത്മാവും ഭൂതവും പ്രേതമൊന്നുമില്ല. അല്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ സിപി? എന്തിന്? അതൊരു പൂച്ചയായിരുന്നു. മാർജാരൻ ഒരു തരത്തിൽ ചിലപ്പോ പൂച്ച പ്രേതരൂപത്തിലും വരും. ഈ പൂച്ചകൾക്ക് രാത്രി നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. മാഡം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ എക്സ്പോർട്ട് ഡീറ്റെയിൽസിന്റെ ഫയൽ ഒന്ന് നോക്കണം. അത് ഇന്ന് തന്നെ കൊടുക്കണം. CP, അത് 2 ദിവസം കഴിഞ്ഞിട്ടാവാം. എനിക്കെന്തോ നല്ല തലവേദന, ആകെ ഒരു സുഖമില്ല. മാഡം, ഇയാൾ വെളിവും വെള്ളിയാഴ്ചയില്ലാന്ന് ഓരോന്ന് പറയുന്ന കേട്ടിട്ടാണോ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇയാൾക്ക് വട്ടാണ്. അയ്യോ മാഡം, ഞാൻ മനസ്സിൽ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ മാഡം വിഷമിക്കണ്ട. ഋഷിയെ നന്ദൻ കണ്ടു എന്നുള്ളതൊക്കെ ചിലപ്പോൾ നന്ദന്റെ തോന്നലായിരിക്കും. അല്ല, അതിന് എന്തോ പറയുമല്ലോ. അത് ഈ എന്താ സൈക്കോളജി അല്ല, സൈക്കോസിസ് അല്ലേ? അത് സിനിമയിൽ കൊണ്ട് മാഡം. മൾട്ടി അല്ല, അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അങ്ങനൊന്നുണ്ട്. അതിനെ അത് മാരകമായ വേർഷനാ. അത് അങ്ങനെ ചിലപ്പോ നന്ദന് പ്രേതമാണെന്ന് തോന്നിയതായിരിക്കും. ആയിക്കോട്ടെ, എനിക്കൊന്ന് വിശ്രമിക്കണം. നിങ്ങൾ തൽക്കാലം ഇറങ്ങിക്കോ. ശരി മാഡം, നമുക്ക് ഡീറ്റെയിൽസ് 2 ദിവസം കഴിഞ്ഞിട്ട് അയക്കാം. ഇറങ്ങാം. അല്ല മാഡം, അത് ശരിക്കും പൂച്ചയുടെ ശബ്ദം തന്നെ ആയിരുന്നല്ലോ. അല്ല സിപി, ഞാൻ പറയട്ടെ സിപി. അവർക്ക് സംശയം ഉണ്ടായില്ലല്ലോ? ഇല്ല. ഇനി പറ, എന്താ മോനെ സംഭവിച്ചേ? സംഭവിച്ചതില് കുറച്ചു ഭാഗം ആ ത്യാഗരാജൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? എന്റെ പ്രേതത്തെ നന്ദൻ കണ്ടു നോക്കേ. അതയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട് പറഞ്ഞതാ? അല്ലമ്മേ, അയാൾ പറഞ്ഞതൊക്കെ സത്യമാ. നന്ദൻ കണ്ടത് എന്റെ പ്രേതത്തെയാ. അതെ അമ്മേ, ഞാൻ മരിച്ചുപോയ ആളാ. നീ എന്താ ഋഷി പറയുന്നേ? അതെ, എന്നെ ആ നന്ദൻ കൊന്നതാ. ഞാൻ ഗോസ്റ്റായിട്ട് വന്നിരിക്കുവാ. മോനെ, എന്താ അമ്മ പേടിച്ചു പോയോ? അവൻ എന്നെയല്ല, ഞാൻ അവനെ അമ്മയെ കൊല്ലാൻ പോകുന്നത്. മോനെ, നീ ഒന്ന് തെളിച്ചു പറ, എന്താ നടക്കുന്നേ? നീ എവിടെയായിരുന്നു? അമ്മയെ വെറുതെ പേടിപ്പിക്കാതെ. അമ്മയല്ലമ്മ ഞാൻ പേടിപ്പിക്കുന്നത്. പേടിപ്പിക്കുന്നത് ആ ചന്ദ്രോത്തുകാരെയാ. അമ്മയ്ക്ക് വേണ്ടിയാ ഞാനത് ചെയ്യുന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? നീ എവിടെയായിരുന്നു? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് എന്താ സംഭവിച്ചേ? പറഞ്ഞില്ലേ അമ്മേ, എന്നെ നന്ദൻ കൊന്നു. ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് കൊന്നു. നാടകമാണെന്ന് പക്ഷെ നന്ദൻ അറിയില്ല. ഞാൻ മരിച്ചു തന്നെയാ അവൻ വിശ്വസിക്കുന്നത്. ഈ നാടകത്തില് 3 ആക്ടേഴ്സ് കൂടി എന്റെ കൂടെ ഉണ്ട്. ഒന്ന് നന്ദന്റെയും ദേവികയുടെയും സഹപാഠികളായ ഇസബെല്ലയും കെവിനും, പിന്നെ DYSP ഐസക് കുരുവിള. ഞങ്ങൾക്ക് 4 പേർക്കും
ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇസബെല്ലയ്ക്ക് പണം, കെവിൻ അവന്റെ കമ്പനി വിപുലീകരിക്കൽ, ഐസക് കുരുവിളയ്ക്ക് അയാളുടെ കൂട്ടുകാരുടെ ചില കമ്പനി ആവശ്യങ്ങൾ, എനിക്കെന്റെ പ്രതികാരവും. അതിനുവേണ്ടി ഞങ്ങൾ 4 പേരും കൂടി ഒരുക്കിയ കെണിയില് അവൻ കുടുങ്ങി. കെവിൻ വളരെ കാലത്തിന് ശേഷം നന്ദന്റെയും ദേവികയുടെയും ഫ്രണ്ട് ആവുന്നതോടെയാ ഞങ്ങൾ ഒരുക്കിയ നാടകം തുടങ്ങുന്നത്. നാടകത്തിന്റെ പേര് ഓപ്പറേഷൻ ചന്ദ്രോത്ത്. എടാ കെവിനെ, എടാ. എടാ നീ നന്ദ, നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാലോ? കൃത്യമായൊരു വ്യവസ്ഥ ഉണ്ടാക്കാം. തുല്യ ഷെയർ. നീ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നാട്ടിലെ 3 ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ പാർട്ട്നേഴ്സ്. എന്തു പറയുന്നു? പിന്നെ 2ാം ഘട്ടം, എന്നെ കൊല ചെയ്തതായിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യൽ. നീ നന്ദനെ തല്ലിയോ? എന്താടാ നീ പറഞ്ഞത്? നിന്നെ നിന്റെ തള്ളയും പെണ്ണും പിള്ളയൊക്കെ തെണ്ടിക്കളഞ്ഞാൽ. ഈ രംഗങ്ങളെല്ലാം കൃത്യമായി കെവിന്റെ ആൾക്കാർ വീഡിയോ ആക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ നന്ദനെ പേടിയുടെ എക്സ്ട്രീമിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. എന്താ ഇതൊക്കെ? ചെയ്യല്ലേ, നീ എന്നെ കൊല്ലാൻ വന്നതാ. ഇറങ്ങിപ്പോ അമ്മേ. 3ാം ഘട്ടത്തിൽ ഡിവൈഎസ്പിയുടെ റോൾ ആരംഭിച്ചു. കണ്ടു നോക്ക്, നല്ല ഫിലിമാണ്. നാലാം ഘട്ടത്തിൽ ഇസബെല്ല എത്തി. ഇസബെല്ല? അതേടാ, ഇസബെല്ല ഋഷി കേസിൽ ഇടപെട്ട് നമ്മളെ രക്ഷിച്ചത്. ഇസബെല്ല കാരണമാ DVSP നമ്മളെ വിട്ടയച്ചതും. ഇസബെല്ലയ്ക്ക് 2-3 ലക്ഷങ്ങളുണ്ടായിരുന്നു. KK നായരുടെ പ്ലാന്റ് ആരംഭിക്കുക, DVSPക്ക് വേണ്ടി വീണ്ടും ചില കമ്പനി കാര്യങ്ങൾ സാധിപ്പിക്കുക, പിന്നെ ദേവികയിൽ നിന്ന് അകറ്റി നന്ദനെ അവളുടെ സ്വന്തമാക്കുക. കോളേജ് കാലത്ത് ഇസബെല്ലയ്ക്ക് നന്ദനോട് പ്രണയവും ആരാധനയ്ക്കായിരുന്നു. പക്ഷേ നന്ദൻ പ്രണയിച്ചത് ദേവികയാ. ആ പക വീട്ടാനും അവൾ ഇതാണ് അവസരമാക്കിയിരിക്കുന്നത്. അമ്മേ, ലോകത്താരും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രതികാരമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രോത്തുകാർ ഇഞ്ചിഞ്ചായി കൊല്ലുക. ആ വീട്ടിലെ ബന്ധങ്ങൾ ആകെ ഉലഞ്ഞു കഴിഞ്ഞു. ദേവികയും സിദ്ധാർത്ഥനും തമ്മിൽ തെറ്റി. പ്രഭാവതി നന്ദനെ രക്ഷിക്കാൻ വേണ്ടി ദേവികയുടെ മേൽ സമ്മർദ്ദം നടത്തി അതിന്റെ കുഴപ്പങ്ങളിലായി. നന്ദനും ദേവികയാകുന്നു. ഇനി വൈകാതെ ഇസബെല്ല നന്ദനെ പൂർണ്ണമായും അവളുടേതാക്കി മാറ്റുകയും ചെയ്യും. വേണ്ട. എന്താമ്മേ? മോനെ, നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മരവിച്ച് നിൽക്കുക. ഞാൻ നിന്നെ തിരിച്ചു കിട്ടിയ സന്തോഷത്തെക്കാൾ എന്തോ ഒരു പേടിയാ എന്റെ മനസ്സിൽ. മോനെ, എന്തായാലും ഇത്രയായി മതി. ഇതിവിടെ നിർത്താം. നമ്മളോട് കാണിച്ചതിന് ഈ രീതിയിൽ അവരനുഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി വിട്ടേക്കാം. നിർത്താടാ ഇതൊക്കെ. നിർത്താനോ? അമ്മേ, കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഋഷി ആത്മാവായിട്ട് അവതരിച്ചിരിക്കുമല്ലേ. ഇനി പ്രേതാത്മാവാണ് കരുനീക്കങ്ങൾ നടത്താൻ പോകുന്നത്. വേണ്ട മോനെ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു പ്രതികാരത്തിന്റെ പേര് ഇല്ലാണ്ടാക്കേണ്ടതല്ല നിന്റെ ജീവിതം. അതുമല്ല, നിന്നെ കാണാനില്ലെന്നറിഞ്ഞ് ദേവിക ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ നിന്നു.
പ്രഭാവതിയും സിദ്ധാർത്ഥനും സഹതാപം കാണിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്തു. അവരൊക്കെ എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ചു. അത് മതി. ഇല്ലമ്മേ, അനുഭവിച്ചാ പോരാ, അവരെല്ലാം അവസാനിക്കണം. എന്നാലേ എന്റെ ലീനയുടെ ജീവന് പകരമാവും, അമ്മയുടെ കണ്ണുനീരിന് പകരമാവും, അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമാവും. അമ്മയുടെ ജീവിതം എന്റെ മുറിയുടെ 4 ചുവരുകൾക്കകത്താക്കി കളഞ്ഞില്ലേ? അമ്മയുടെ സന്തോഷവും സമാധാനവും എന്തിന് ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അതിനൊക്കെ എണ്ണി എണ്ണി ഉത്തരം പറയിച്ചിട്ട് ഞാൻ അടങ്ങും.